ഇശാ നിസ്കാരം കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആള് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തെ? മദീനത്തെ പള്ളിയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് പോകാനുള്ള കാരണം അഹ്ലു സുഫത്തിൽപ്പെട്ട ആരെങ്കിലും അശാ ഡിന്നർ കഴിച്ചോ എന്ന് ചെക്ക് ചെയ്യാനാണ്. കഴിച്ചിട്ടില്ല? ബാക്കിയുണ്ടോ? മയാസിരിൽ മുസ്ലിമീൻ സ്വഹാബത്തിന്റെ പണക്കാരോട് ചോദിക്കും, എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും? മോനിക്ക് രണ്ടുപേര്. നബി തങ്ങളുടെ തക്കാഫുലിന്റെ പിരിവും സംഘാടനം കണ്ടോ? രണ്ടാളെ കൂട്ടിയിട്ട്. നിങ്ങൾക്ക് എത്ര ആൾ കൊണ്ടുപോകാൻ പറ്റും? 4 പേര് കൊണ്ടുപോകാൻ പറ്റും. തങ്ങളുടെ പിരിവ് കണ്ടിട്ട് ചില സ്വഹാബത്ത് കുറെ ആൾ ഏറ്റവും 4 ആൾ ഇനിയും കുറെ ആളുണ്ടല്ലോ, എന്തൊക്കെ ചെയ്യാം? മോനിക്ക് എത്ര ആളെ കൊണ്ടുപോകും? അപ്പൊ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 84 ആളെ കൊണ്ടുപോയിക്കോളാം. രാത്രി 2 മുത്തലിമിങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കൊന്നും തോന്നിപ്പോരുത് കേട്ടോ. 84 ആളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ എല്ലാരും പോയി ഉറപ്പായാല് മദീനത്തെ പള്ളിയിൽ നിന്ന് ലോകരാജാവ് മെല്ലെ ഇറങ്ങും വീട്ടിലേക്ക്, അപ്പുറത്തെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്. ആ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? കെട്ടിവെച്ച കല്ലുണ്ടാവും അവിടെ. കല്ല് കെട്ടിവെക്കൽ, ഇരിക്കുമ്പോ കല്ല് കെട്ടിവെക്കാൻ പറ്റൂല, വയറിന് താങ്ങാകില്ല. കിടക്കുമ്പോ കെട്ടിയാൽ കുറച്ചുകൂടി ഭാരമാവും. നടക്കുമ്പോ നിൽക്കുമ്പോഴൊക്കെയാണ് ഈ കല്ല് കെട്ടൽ എന്ന് പറയുന്ന പരിപാടി. ആയിഷ ബീവി തങ്ങളെ വീട്ടിലെത്തിയിട്ട് കിടക്കാൻ ഒരുങ്ങുമ്പോ ബേക്കിൽ നിന്ന് മെല്ലെ കല്ലിന്റെ കയറഴിച്ചിട്ട് അഴിച്ചു കൊടുക്കും. നേരത്തെ കുട്ടീനെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഷോക്സ് ഒക്കെ ഇട്ടുകൊടുത്ത ഉമ്മ വന്നാൽ അഴിക്കണ പോലെ കെട്ടിക്കൊടുത്ത ആയിഷ ബീവി അഴിക്കും. എന്നിട്ട് കിടക്കും. കിടക്കുന്ന സമയത്ത് ചിലപ്പം വയറുവേദന വരും. അബുൽ ഖാസിം റസാഖ് തങ്ങളുടെ തദ്കിറത്തുൽ മുഹിബ്ബീനിലുണ്ട്. ഷക്കൂർ എന്ന പേരിന്റെ വ്യാഖ്യാനത്തിലാണ് കൃത്യമായിട്ടുള്ളത്. അപ്പൊ വയറുവേദന വരുമ്പോ ആയിഷ ബീവി കരിയും, താങ്ങാൻ കഴിയില്ല. എന്നിട്ട് അങ്ങനെ വയറ് തടവി കൊടുക്കുമ്പോ തങ്ങളോട് ചോദിക്കും, എന്തിനാ നബി റിസ്കൊക്കെ സഹിക്കണം? ഒന്നല്ലാനോട് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുനൂസ ദുനിയാവിൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലും സർവ്വനിധി കുംഭങ്ങൾ ഇവിടെ വാരിക്കോരി തരൂലേ? ഒന്ന് ചോദിച്ചൂടെ? അന്നേരം ആയിഷ ബീവിക്ക് നിലപാട് പഠിപ്പിച്ചു കൊടുക്കും. ആയിഷ മായി വലിയ തുഞ്ഞ മായ ഇസ്തിഫാമോ ആക്കാം, അല്ലെങ്കിൽ ഒരു നെഫ്യൂ ആക്കാം, എന്ത് ചെയ്യാം ഇവിടെ ആണെങ്കിൽ. എന്താ ആയിഷ ഈ പറയണത്? എന്തിനാ നമുക്ക് ദുനിയാവ്? എന്റെ മുൻഗാമികളായ നബിമാരൊക്കെ തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാരുണ്ട്. എന്റെ മുൻഗാമികൾ ഓരൊക്കെ മുമ്പിൽ റാങ്ക് നമ്പർ വാങ്ങി 1 വാങ്ങുമ്പോ നിന്റെ മുത്തുനബിയായ ഞാന് റാങ്ക് പിന്നിലാവേ വേണ്ടത്. കുറെ ദുനിയാവിൽ ആസ്വദിച്ചിട്ട് പിന്നെയും രാവിലെ നടന്നു നീങ്ങും മദീനത്തെ പള്ളിയിലേക്ക്. എന്നിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ചോദ്യം, വിശന്ന ആർക്കെങ്കിലും ഫുഡ് കൊടുത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന്?